സോ ഹൈ ഗേൾസ്, ചെറിയ ബ്ലോഗാണ്. ഉറക്കെ പറഞ്ഞാൽ അപ്പുറം അഞ്ജലി ചേച്ചി കേൾക്കും. അഞ്ജലി ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. ഇത് എൻ്റെ ഫോണാണ്, ഇതുകൊണ്ട് ക്ലാരിറ്റി കുറവായിരിക്കും. അഞ്ജലി ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് നാളെ എന്ന് പറയുമ്പോൾ ഇന്ന് 21, നാളെ 22 സെപ്റ്റംബർ. അപ്പം ഇന്നല്ല നാളെ ബർത്ത്ഡേ. രാത്രി നമ്മൾ ചെറിയ സർപ്രൈസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല അഞ്ജലി ചേച്ചിയുടെ കല്യാണം അടുത്ത മാസം, കറക്റ്റ് അടുത്ത മാസം ഈ ദിവസം കല്യാണം. ഓക്കെ, അപ്പം ഒക്ടോബർ 24 കല്യാണം. അപ്പം അഞ്ജലി ചേച്ചിയെ കെട്ടാൻ മുന്നേ ചെയ്യേണ്ടത് സർപ്രൈസായിട്ട് വരുന്നുണ്ട്. ഞാൻ പറയണവരെ കേൾക്കും. അബുദാബിന്ന് വരുന്നുണ്ട്. അപ്പം സർപ്രൈസ് ഉണ്ട്. അഞ്ജലി ചേച്ചിക്ക് അറിഞ്ഞില്ല, നമ്മളിത് മാത്രം എല്ലാം ഡിസ്കസ് ചെയ്തു. നമ്മളിതെങ്ങനെ നമ്മളെല്ലാം എല്ലാം പ്ലാൻഡാണ്, വെൽ പ്ലാൻഡല്ല. അഞ്ജലി ചേച്ചി അപ്പുറത്ത് നിൽപ്പുണ്ട്. നമുക്ക് 4-5 ടേക്കായി കേസ് എടുക്കണം. നമ്മളോണ്ട് ഇപ്പുറത്തോട്ട് വന്നു. എന്നിട്ട് വേറെ ഒന്നുമില്ല, അപ്പുറത്ത് ഡൈനിങ് ഹോളിൽ നിന്ന് ഇങ്ങോട്ട് കാര്യം വെച്ച് കിച്ചണിലോട്ട് തൊട്ടപ്പുറത്ത് അഞ്ജലി ചേച്ചിയുടെ വീട്. അപ്പം നമുക്ക് എന്ത് പറഞ്ഞാലും അപ്പുറത്തേക്ക്. ഇപ്പം നമ്മൾ നേരത്തെ ഇങ്ങനെ വ്ളോഗ് എടുക്കാൻ പോലെ മാമിയടുത്ത് TV-യുടെ വോളിയം ഒന്ന് കുറയ്ക്കാൻ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് വ്ളോഗിൻ്റെ ടോപ്പിക് എന്തോന്ന് കണ്ടന്റ് എന്തോന്ന് ചോദിച്ചാണ് അപ്പുറത്തുനിന്ന് ഒരു വിളി കണ്ടന്റ് എന്തോന്ന്. ഞാൻ പറഞ്ഞു അഞ്ജലി ചേച്ചിയുടെ ബർത്ത്ഡേക്ക് ചെറിയ സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് എന്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബുദാബിന്ന് റാം ചേട്ടൻ എന്ന് പറയുമ്പോൾ അഞ്ജലി ചേച്ചിയുടെ കെട്ടാൻ പോണ ആൾ വരുന്നത് അബുദാബിന്ന്. അപ്പം ഇന്ന് രാത്രി 9:30 ആകുമ്പോൾ എത്തും. അപ്പം നമുക്ക് പണി ചെയ്തുകൊണ്ട് എടുക്കാം. ഞാനൊരു കേക്ക് ചെറുതായിട്ട് ഉണ്ടാക്കുന്നൊരു പ്ലാനാണ്, പഞ്ചസാര പൊടിക്കാൻ വേണ്ടി തന്നെയാണ്. ഓക്കെ, അപ്പം കേക്ക് ഉണ്ടാക്കുന്ന ഇതിലാണ് എന്ന് പറയുമ്പോൾ ചുമ്മാ ഉണ്ടാക്കുന്നതാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ വാങ്ങുന്നുണ്ട് കേക്കൊക്കെ, ജസ്റ്റ് എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ ചേച്ചി തൊട്ടപ്പുറത്തുണ്ട്. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ പാത്തും പതുങ്ങിയൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. ഇത് ഇൻട്രോ ആണ്. ഇൻട്രോ ആയിട്ട് പിന്നെ കണ്ടൻറ്റൊക്കെ രാത്രി നമ്മൾ പുറത്തു പോകും, ശംഖുമുഖത്തൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടൻറ്റൊക്കെ അതാണ്. ഓക്കെ ഗൈസ്, നമുക്ക് കാണാം. അപ്പോൾ കാണാം. കേക്ക് ഉണ്ടാക്കിയിട്ട് കേക്ക് കാണിച്ചു തരാം, കട്ട് ചെയ്യണേ കാണിച്ചു തരാം. കട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആയിരുന്നു. കേക്ക് കട്ട് ചെയ്യാൻ പോണ നമ്മൾ എല്ലാവരും റെഡി. എല്ലാവരും കേക്ക് കട്ട് റെഡി ആയി നിൽപ്പുണ്ട്. അത് വേറെ, അത് വേറെ കേക്കാ. അത് അതിലേക്കാണ് അറിയായിരുന്നു കേക്ക് ബീച്ചിൽ പോയി ഇന്നലെ തൊട്ട് പറയണുണ്ടായിരുന്നത്. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ. പ്ലേറ്റ് ഒക്കെ ഹാപ്പി ബർത്ത്ഡേ ഡിയർ അഞ്ജലി, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഗോഡ് ബ്ലസ് കേട്ടോ, അപ്പൊ വേണം. മേ ഗോഡ് ബ്ലസ് യു, മേ ദ ഗോഡ് ബ്ലസ് ഷെഫ് ഇവിടെ, മേ അല്ലാഹ് ബ്ലസ് യു. സെക്യുലർ ആക്കുന്ന ഫാമിലിനെ സെക്യുലർ ആക്കാം. അയ്യോ, ആരോ വന്ന് ഇറങ്ങി ഇടിച്ചില്ലേ വന്ന്. താങ്ക് യു ഗൈസ്. എക്സ്ട്രീംലി അമേസിംഗ് കേക്ക്. ദക്ഷിണയ്ക്ക് ഒരു ചക്കര ദക്ഷിണയ്ക്ക് പെരുത്ത നന്ദി. പുട്ടിന്റെ ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം. കേക്ക് കൊള്ളാം. അയ്യോ, പുട്ടിന്റെ ടേസ്റ്റ് ഉണ്ട്. ഇന്ന് രാവിലെ അവിടെ പുട്ടായിരുന്നു. പുട്ടാ? ഓ, പുട്ടോട് പേര് സ്റ്റീം കേക്ക് എന്നല്ലോ. ഇനി മേലെ ആവർത്തിക്കല്ലേ. അയ്യോ, കണ്ണു കൂപ്പിടലേ കേക്ക് കട്ടിങ്. അയ്യോ, കണ്ണു അറിയുമോ. അല്ലല്ല, എന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മളൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും 4 പേര് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എല്ലാ ഉറക്കമൊക്കെ കഴിഞ്ഞ് പാസ്സാക്കി എല്ലാവരും ചേർത്തിരിക്കുകയാണ്. ചായയൊക്കെ കുടിച്ചിരിക്കുന്നുണ്ട്. കഴിഞ്ഞിട്ട് എന്താണ് പ്ലാൻ? നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഒന്ന് പുറത്തോട്ട് കളയാം, പുറത്ത് വെച്ച് കാണാം. ഓക്കെ, നമ്മളിതാ റെഡിയായി തുടങ്ങി. ചേച്ചി ഇതാ റെഡി ആയി കഴിഞ്ഞ്, ഞാൻ റെഡി ആയി കഴിഞ്ഞ്. ഒരു മിനിറ്റ് കൈ വെക്കല്ലേ. ഞാൻ റെഡി ആയി കഴിഞ്ഞ് നമുക്കിനി പോവാം. സർപ്രൈസ് കൊടുക്കാം. അയ്യോ, ഐജുക്ക് ഫോക്കസ് ആയില്ല. ഫോക്കസ് ആയി. അയ്യോ, തൊട്ടപ്പുറത്ത് ആ കണ്ണാണ് വീട്.
നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഈ വീടാണ്. ഈ വീട്, ഈ കാണുന്ന വീടാണ് ചേച്ചിയുടെ വീട്. എൻ്റെ പിന്നെ അതുകൊണ്ടാണ് നമുക്ക് ഭയങ്കര അതിൻ്റെ ഇപ്പുറത്തുള്ള റൂമാണ് ചേച്ചിയുടെ റൂമും. അതുകൊണ്ട് നമുക്കൊന്നും ഉറക്കെ പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളെല്ലാം റെഡിയാണ്. വ്ലോഗ് എടുക്കാനുള്ള കഴിവ് ദക്ഷിണയ്ക്ക് മാത്രമായതുകൊണ്ട് അതെ എനിക്കൊന്ന് എങ്ങനെ അഭിനയിക്കണം പറയണമെന്ന് അറിയത്തില്ല. ഞാനിങ്ങനെ ഓക്കെ. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോകുന്ന എല്ലാവരും റെഡിയാണ്. നമ്മളിവിടെ നിന്ന് ഇറങ്ങിയാൽ മാത്രം മതി. ബൈ ഗൈസ്. എൻ്റെ മാമൻ അത്തിമ്പേർ. ഓക്കെ. വീട് മൊത്തം ഒതുക്കിയിട്ടുണ്ട്. ഇന്ന് രാമണ്ണ ഇവിടെയാണ് കിടക്കുന്നത്. സോ വീട് മൊത്തം ഒതുക്കിയിട്ടുണ്ട്. പാവം കുറേ പണിയെടുത്തിട്ട് വെള്ളമൊക്കെ കുടിച്ച് തളർന്നുകൂടെ ഇരിപ്പുണ്ട്. നമ്മളത് റെഡി ചെയ്ത് നിൽപ്പുണ്ട്. കാറ് വെളി റെഡിയാണ്. ഡാഡ. ഓക്കെ. അപ്പോൾ നമുക്ക് വെള്ളി ഇറങ്ങിയിട്ട് വീഡിയോ എടുക്കാം. ഓക്കെ, ബായ്. അപ്പോൾ ഗൈസ് നമ്മളെല്ലാം ഇറങ്ങിയിട്ടുണ്ട് വീട്ടിൽ നിന്ന്. ഇപ്പം നമ്മൾ ഇറങ്ങി തിരിച്ചിട്ടേ ഉള്ളൂ. താഞ്ചി ചേച്ചി കൂടി ഇരിപ്പുണ്ട്. ഡ്രൈവിംഗ് അരവിന്ദ് ചേട്ടൻ അല്ല അരവിന്ദ് ബിസിയസ്റ്റ്, നമ്മുടെ ഫാമിലിയിലെ ബിസിയസ്റ്റ് ആളായ അരവിന്ദ് ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മളെല്ലാരും വളരെ ഹാപ്പി. എന്റെ ബർത്ത്ഡേക്ക് അവന്റെ അപ്പോയിന്റ്മെന്റ് കിട്ടാനായിരുന്നു പാട്. അപ്പൊ ഗൈസ് നമ്മളെല്ലാം റെഡിയായി സെറ്റാണ്. ചെല്ലിയ തൊപ്പിയൊക്കെ ഉണ്ട് ഗൈസ്. തൊപ്പിയൊക്കെ മേടിച്ചു ഗൈസ്. ആരും തെറ്റിദ്ധരിക്കരുത്, എനിക്ക് അത്ര വയസ്സൊന്നും ആയിട്ടില്ല. ഐ ആം സ്റ്റിൽ ഇൻ മൈ 20s. ഉണ്ടോ? ആണ്, സത്യമാണ്. നേരത്തെ വയസ്സ് പറഞ്ഞായിരുന്നു ഇതിനകത്ത്. പറഞ്ഞല്ലേ? ഓ, അപ്പൊ എല്ലാവർക്കും ഇപ്പൊ എന്റെ വയസ്സറിയാം. ഇപ്പൊ രാത്രി എത്ര മണിയായി? ഇപ്പൊ നമ്മള് 9:30 നമ്മുടെ പ്ലാൻ ആയിട്ടുണ്ട്. നമ്മള് പ്ലാൻ 10 മണിക്ക് കേക്ക് കട്ട് ചെയ്യും, എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ 12 മണിന്ന് പോസ്റ്റ് ചെയ്യും. അതാണ് നമ്മുടെ പ്ലാൻ. ഇപ്പോഴത്തെ പ്ലാൻ അതാണ്. കാരണം വേറൊന്നുമല്ല ഗൈസ്, കാരണം ഇത് വേറൊന്നുമല്ല. എത്ര ഓൾഡ് അല്ല, 28 വയസ്സായാലും 30 വയസ്സായാലും കറക്റ്റ്. ആഫ്റ്റർ ഏർലി 20s എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ തോന്നും. അത് മാത്രമല്ല, കാരണം സോറി, ലേറ്റ് 20s. അത് മാത്രമല്ല ഗൈസ്, എന്റെ വീട്ടിൽ നിന്ന് എത്ര വയസ്സായാലും 28 വയസ്സായാലും 30 വയസ്സായാലും 35 വയസ്സായ കാളായാലും വീട്ടിൽ അച്ഛൻ അടിക്കും ഗൈസ്, വഴക്ക് പറയും ലേറ്റ് ആയിട്ട് വന്നത്. അപ്പൊ നമ്മൾ നേരത്തെ വീട്ടിൽ കയറണം. അതാണ് നമ്മുടെ പ്ലാൻ. എല്ലാവരും റെഡിയാണ്, സെറ്റാണ്. വൈബിങ് ഒന്നുമില്ല, നമ്മൾ അവിടെ വരെ എത്ര ഇനി അത്രേ ഉള്ളൂ. അത് പിന്നെ ഈ വീഡിയോ ഓഫ് ചെയ്ത വൈബ് ആയിരുന്നു. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ വണ്ടിക്കകത്തിരുന്ന് വൈബൊക്കെ ചെയ്ത് നമ്മൾ ശംഖുമുഖം എത്തി. ഇങ്ങനെ ശംഖുമുഖം എത്തിയിട്ട് അവിടെ മേളയൊക്കെ നടക്കുന്നുണ്ടെന്ന് ഞാനവിടെ പറഞ്ഞ ഒന്നും കേട്ടില്ല. ഞാനിപ്പോൾ വോയിസ് ഓവറാണ്. ഇപ്പം ശംഖുമുഖം എത്തി. നമ്മൾ ജസ്റ്റ് ലൈക്ക് വിക്കി ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു ലൈക്ക് അവരവിടെ എത്തി. അപ്പം നമ്മൾ അവിടെ ചെന്നിട്ട് അവരെ കണ്ടുപിടിക്കാതായിരുന്നു നമ്മുടെ ഫസ്റ്റ് പണി. അവരെ കണ്ടുപിടിച്ചതെന്ന് പറയുമ്പം വിക്കി ചേട്ടനെ കണ്ട് വിക്കി ചേട്ടൻ ഇങ്ങനെ വന്ന് നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് രാം ചേട്ടനെ അവിടെ മാറ്റി ഒളിപ്പിച്ചെടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, എങ്ങനെ കാണും എപ്പോൾ കാണും എന്നൊക്കെ പറഞ്ഞ്. ഞാൻ ഈ ക്യാമറയും കൊണ്ട് കുറേ നേരം കൊണ്ട് നടക്കും എവിടെയാന്ന്. പക്ഷേ ചേട്ടൻ എവിടെയാണെന്ന് പറഞ്ഞില്ല, അങ്ങോട്ടുണ്ട് നടക്കാൻ പറഞ്ഞ്. അങ്ങനെ ഞാൻ നടന്നു, കാര്യമായിട്ട് നടന്നു. ഞാൻ നോക്കിയപ്പോൾ കാണാൻ എവിടെയാണെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഞാൻ നടന്നു, ഫ്രണ്ടിലോട്ടങ്ങ് നടന്നു. ഞാൻ കണ്ടില്ലായിരുന്നു എവിടെ നിൽക്കുന്നതെന്ന്. ഈ വീഡിയോയ്ക്കകത്തുണ്ട് പക്ഷെ ആ തിരിഞ്ഞ് നിൽക്കുന്നത്. ഞാൻ പക്ഷെ അത് കണ്ടില്ല, ആളെ കണ്ടില്ല, ഞാൻ നേരിട്ട് കണ്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് നോക്കി ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും അവിടെ നിന്ന് വരുന്നു. ഞാൻ ഈശ്വര, എനിക്ക് ക്യാമറയിൽ ഫുള്ളായിട്ട് കിട്ടിയില്ല. പിന്നെ അങ്ങനെ കണ്ടവർ മീറ്റ് ചെയ്ത് അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ചേച്ചി പെട്ടെന്ന് എക്സൈറ്റഡ് ആയി, പ്രതീക്ഷിക്കാതെ കിട്ടിയതായതുകൊണ്ട് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിപ്പോയി. അപ്പം ഇങ്ങനെയായിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു എന്ത് പറയണോ എന്ത് ചെയ്യണോ എന്ന് പറയാതെ കുറേ നേരം നിന്ന്. നമ്മൾ പിന്നെ പോപ്പർ പിന്നെ അറിയാമല്ലോ, പോപ്പർ പിന്നെ പൊട്ടാത്ത സാധനം, നമ്മൾ വെറുതെയാണ് വാങ്ങുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങിച്ച് കുറേ നേരം കൊണ്ട് തിരിക്കുന്ന അവസരത്ത് കീറിപ്പോയി. എന്നിട്ടും അത് പൊട്ടിയില്ല. പിന്നെ തലയിൽ കൂടെ പൊട്ടിച്ചിട്ട് അല്ല വേറെ വഴിയില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും വൈബിങ് ഒക്കെ ആയിരുന്നു. കുറേ നേരം കുറച്ച് നേരം അവിടെ നിന്നോളൂ. അല്ലെങ്കിൽ നമ്മൾ ടർഫിലോട്ട് പോകാനായിട്ടുള്ള പ്ലാനായി. നമ്മൾ ടർഫിലോട്ട് പോയി. എല്ലാരും കണ്ടുപിടിക്കുന്നതാ ചേട്ടൻ. വ്ളോഗിൽ ഗസ്റ്റ് അപ്പിയറൻസ്. ഇത് 2 ദിവസമായിട്ട് എന്നെ മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നു. എന്നോട് മുറിയിലാകും. ഇന്നേക്ക് പഠിത്തം പോകും.
ഇപ്പം ഇവിടെയെല്ലാം ഓൺ കഴിഞ്ഞ് ഇനി നമ്മൾ ഇവിടെ നിന്ന് കുറച്ചൊക്കെ നടന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ ഇമോഷണൽ സീൻസ് കഷ്ടപ്പെട്ട് വന്നല്ലേ. അയ്യോ ഒരു പൊളിറ്റീഷ്യൻ വീട്ടിൽ പോയി, നമുക്ക് പറഞ്ഞില്ലല്ലോ നേരത്തെ, ഇവിടെ കിട്ടാൻ ഇച്ചിരി പാടാണ്. അങ്ങ് പോയി നിൽക്കണേ. ഓക്കെ സോ ഹൈ ഗൈസ്, അപ്പം നമ്മൾ എല്ലാം സർപ്രൈസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ കേക്ക് എടുക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും വിക്കി ചേട്ടനും ഐഷു നമ്മൾ ഇത്രയും പേരും കൂടെ കേക്ക് എടുക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. കേക്ക് എടുത്ത് നമ്മൾ നേരെ ടർഫ് കഫേയിലാണ് പോകുന്നത്. സോ അവിടെ ചെന്ന് കേക്ക് കട്ടിങ്ങും കഴിഞ്ഞ് ജസ്റ്റ് ഡിന്നറും അടിച്ച് ചിലപ്പോ ഒന്നുമില്ല, നേരെ വീട്ടിലോട്ട് തന്നെ പോകും ഗൈസ്. അല്ല ചുമ്മാ കറങ്ങാൻ അതെങ്ങനെ ഉണ്ടാന്ന് പറഞ്ഞിട്ടല്ലോ. വേണമെങ്കിൽ കറങ്ങും കാണും. ഇപ്പൊ എല്ലാം കഴിഞ്ഞ് ടർഫിലെത്തില്ല, കേക്ക് എടുക്കാൻ പോകുമ്പോൾ അടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോകും. ഓക്കെ ബൈ. ഓക്കെ ഗൈസ്, 15 മിനിറ്റ് എടുക്കും നമ്മളിനി അവിടെ എത്താനായിട്ട്. പിന്നെന്തുവാണ് ഇനി ഒരു സർപ്രൈസ് എലമെന്റും കൂടെ ഉണ്ട്. അതെന്തുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഫോൺ ഏതാണ് 16 Pro ആണ് ഗിഫ്റ്റ് രാമണ്ണയുടെ വക. സോ അത് ഇനിയാണ് സർപ്രൈസ്, അത് എടുക്കും. പിന്നെ അതിന് മുന്നേ ഒന്ന് മുൻകൂട്ടി പറഞ്ഞതേ ഉള്ളൂ. അതിന് മുമ്പേ തന്നെ അഞ്ജലിയുടെ കയ്യിൽ ഈ ഫോൺ എത്താത്തതുകൊണ്ട്, അഞ്ജലിയുടെ ഫോണാണ് എടുക്കണം. അപ്പൊ അഞ്ജലിയുടെ കയ്യിൽ ഈ ഫോൺ എത്താത്തത് കൊണ്ട് അതുവരെ നമുക്ക് വിഷയമില്ല. അപ്പം നമ്മളിതേ പൊക്കോണ്ടിരിക്കുകയാണ്. ചേട്ടൻ ബാക്കിൽ എൻ്റെ കൈ യെസ് ഫോക്കസ് ആയെന്ന് എനിക്കറിഞ്ഞോ, സോറി. ഓക്കെ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. 13 മിനിറ്റാണ് കാണിക്കുന്നത്. എന്തായാലും എത്തും. കഴക്കൂട്ടം അംബ്രോസിയെന്നാണ് നമ്മൾ മേടിക്കാനായിട്ട് എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം ലൈക്ക് 10:15 ക്ലോസ് ചെയ്യും കട. നമ്മൾ പൊക്കോണ്ടിരിക്കുന്നേ ഉള്ളൂ. അത് കറക്റ്റ് അവിടെ എത്തുന്നതിന് അല്ല 10:45 ക്ലോസ് ചെയ്യും കട. നമ്മളവിടെ എത്തുന്നത് തന്നെ 10:46 എത്തും. 45 ക്ലോസ് ചെയ്യുന്ന കടയ്ക്ക്. അതുകൊണ്ട് ചേട്ടത്തിൽ സ്പീഡിലൊക്കെയാണ് വിടുന്നത്. നമുക്ക് നോക്കാം ഐഷുക, നമ്മള് എത്തിയിട്ട് കാണാം. ബൈ. നമ്മള് ഒരു കോമഡിയാണ് കേസ് നടന്നത്. എന്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ കൊമ്പൂച്ച വാങ്ങിച്ച് കുമ്പൂച്ച വാങ്ങിച്ചു ഗൈസ്. ഒരു മാംഗോ സാഫ്രോൺ ഫ്ലേവർ. അപ്പം മേടിച്ചിട്ട് നമ്മളവിടെ വെച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും ചേട്ടൻ പറഞ്ഞു പൊട്ടാതെ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞ്. അപ്പം ആ കടയിലുള്ള ചേട്ടൻ കേട്ടത് പൊട്ടിച്ച് താന്നാണ്. ആ ചേട്ടൻ പാവാഹത്തെ കൊണ്ടുപോയി പൊട്ടിച്ചത് കൊണ്ടുവന്ന് നമ്മൾ നീ പോണ വഴിക്ക് അവിടെ ചെന്നിട്ട് കുടിക്കാന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് കൊണ്ടു കൊടുക്കണം. നമ്മൾ ഏകദേശം എത്താറായി. ഓക്കെ എത്തിയിരിക്കുന്നു, അവരെ കണ്ടു. എന്താ ഇവിടെ എത്തി ടർഫില്. കൊമ്പൂച്ച ഗൈസ്, നമ്മൾ മേടിച്ച കൊമ്പൂച്ച അടിപൊളി സാധനം. എന്നെ കാണിക്കണല്ലോ ഇനി നമ്മൾ എവിടെയാണെന്ന് പറ. സോ വി ആർ ഇൻ ഫ്രണ്ട് ഓഫ് കഫേയുടെ ഫ്രണ്ടിലാണ് നമ്മളിനി. ട്രിവാൻഡ്രംകാർക്ക് അറിയായിരിക്കും ടർഫ് കഫേയില് നമ്മുടെ ട്രിവാൻഡ്രത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ബർഗേഴ്സ് കിട്ടുന്ന സ്ഥലമാണ് ടർഫ് കഫേ. ഇത് മറ്റേ എന്റെ വ്ളോഗ് മറ്റൊരു ഫിലിം ആക്കണ കോള് ഞാൻ കാണുന്നുണ്ട്. ഇതാണ് കണ്ടന്റില്ല പറഞ്ഞത്. അയ്യോ ഇപ്പൊ ചാവാ. ഹായ്, I am Pavam Tamil guy. Anjali's boyfriend എന്നൊക്കെ. അടുത്ത മാസം നമ്മുടെ കല്യാണമാണ്. അടുത്ത മാസം ഫാമിലി അപ്രൂവ്ഡ് ബോയ്ഫ്രണ്ട്. അടുത്ത മാസം കല്യാണമാണ്. ബൈ പറയൂ. എന്നാലൊരു ബൈ പറ. നമ്മളോട് ചുമ്മാ ചർച്ചയിലാണ്. ഇനി മേല ഇവളോട് ഇറങ്ങൂല. 73
നമ്മളവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മളവിടെ എല്ലാവരും വെയിറ്റ് ചെയ്ത് സീറ്റൊക്കെ കിട്ടി. നമ്മളെല്ലാ സീറ്റിലൊക്കെ ഇരുന്ന് എല്ലാം സെറ്റ് ചെയ്ത് നമ്മളങ്ങനെ ചുമ്മാ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് ചെറുതായിട്ട് ചേച്ചി പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസമായിട്ട് ചേട്ടൻ ഇഗ്നോറിങ് ആയിരുന്നു, ഫോൺ കോൾസ് ഒന്നും എടുത്തില്ല എന്നൊക്കെ. അതെ, നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ പാസ്ത, കുറച്ച് ബർഗേഴ്സ്, പിന്നെ ലസാനിയ എല്ലാം ഓർഡർ ചെയ്ത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും 12 o'clock ആയി. പിന്നെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി കേക്കൊക്കെ എടുത്ത് വെച്ച് അത് കഴിഞ്ഞ് ടേബിൾ ക്ലീൻ ചെയ്യാൻ അവരോട് പറഞ്ഞായിരുന്നു. അപ്പോൾ ടേബിൾ ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്താന്നുള്ള പ്ലാനിലിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്കും റാം ചേട്ടൻ്റെ സിസ്റ്റർ വിളിച്ചു. കുറച്ച് നേരം അവരുടെ അടുത്ത് ചേച്ചി അടുത്ത് വീഡിയോ കോളൊക്കെ സംസാരിച്ചു. കുറച്ചൊരു സംസാരിച്ചെല്ലാം കഴിഞ്ഞ് ചേച്ചി നമ്മളെല്ലാം കാണിച്ചു കൊടുക്കുമായിരുന്നു. എല്ലാ കാര്യം ഓരോരുത്തരെയും പറ്റി ഇൻട്രൊഡ്യൂസ് എന്നിപ്പം ഓരോരുത്തർ ഇപ്പം എന്ത് ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാനുള്ള എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ടേബിൾ ഇനി ക്ലീൻ ചെയ്താൽ മാത്രം മതി, ആ രീതിയിലിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പം എല്ലാവരും കുറച്ചും കൂടെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ടേബിളൊക്കെ അവർ വന്ന് ക്ലീൻ ചെയ്ത് തന്നു. പിന്നെ കേക്ക് കട്ട് ചെയ്യാനുള്ള എല്ലാവരും പ്ലാനിങ് ആയി, സെറ്റ് ചെയ്ത് എല്ലാവരും കട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുമായിരുന്നു. കേക്കും നോക്കിക്കൊണ്ട് എല്ലാവരും ഇരിക്കുമായിരുന്നു. ഇപ്പം കത്തിച്ച് തീർന്നെങ്കിൽ കട്ട് ചെയ്യാം എന്നും പറഞ്ഞിരിക്കുമായിരുന്നു. പിന്നെ കട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ ഗിഫ്റ്റ് കൊടുത്തു. സോ കാണാം. ലവ്ലി കസിൻസ് എനിക്ക് വേണ്ടി ഇത്ര സർപ്രൈസ് ഒക്കെ ഒരുക്കി തന്നു. ഭയങ്കര ഹാപ്പി, സോ മച്ച് ഹാപ്പി. മൈ 20th ബർത്ത്ഡേ ജീവിതം അഭിലാഷം സഫലമായോ? എന്താ GRT Jewelers open we all know. ചേച്ചി ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ചേച്ചി ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ എന്തുവാന്ന് അറിയത്തില്ല. പിന്നെ പൊട്ടിച്ച് ഇച്ചിരി പാടാണ് അത് പൊട്ടിക്കാനൊക്കെ. ആ പാക്കറ്റ് ഇച്ചിരി ടൈറ്റായിട്ടാണ് കിട്ടിയിരുന്നത്. അപ്പം ലൈക്ക് അത് പൊട്ടിക്കാൻ കുറച്ച് പാടുപെട്ട് നമ്മളെല്ലാം ശ്രമിച്ചു എങ്ങനെയൊക്കെയോ പൊട്ടിച്ച് കഴിഞ്ഞ് ചേച്ചി ഒട്ടും പ്രതീക്ഷിക്കാത്ത സാധനമായിരുന്നു. ചേച്ചി അല്ലേലേ ഫുള്ളി സർപ്രൈസ്ഡ് ആയിരുന്നു. ഇത് ഇറങ്ങിയപ്പോൾ തൊട്ട് ഫുൾ സർപ്രൈസിൻ്റെ മേളമായിരുന്നു. രാമണ്ണെ കാണുന്നു, എന്തൊക്കെയായിരുന്നു. അപ്പോൾ ലൈക്ക് അഞ്ജലിയൊക്കെ അല്ലേലേ ഭയങ്കര സർപ്രൈസ് ആണ്. പിന്നെ ഈ ഗിഫ്റ്റ് എന്തുവാന്ന് അഞ്ജലിക്ക് ചെയ്തുകൂടായിരുന്നു. പിന്നെ അഞ്ജലിക്ക് സാധനം കണ്ടപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് രാമണ്ണൻ 2 വഴക്കൊക്കെ കൊടുക്കുന്നുണ്ട്. എന്തിനിപ്പം ഇതൊക്കെ വാങ്ങിച്ചെന്നൊക്കെ ചോദിച്ച്. എന്നിട്ട് iPhone 16 Pro എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ബട്ട് അത് കിട്ടിയില്ല. സോ 15 Pro ആണ് മേടിച്ചത്. എന്തായാലും അഞ്ജലിയൊക്കെ വാസ് സോ ഹാപ്പി. അഞ്ജലിക്ക് എന്ത് പറയണം എന്ത് ചെയ്യണം ഒന്നും അറിഞ്ഞൂടാ. അഞ്ജലിക്ക് മറ്റിങ്ങനെ അന്തം വിട്ടിരിക്കുമായിരുന്നു. എന്ത് പറയണം ഒന്നും അറിഞ്ഞൂടായിരിക്കുമായിരുന്നു. പക്ഷേ ഷീ വാസ് ഹാപ്പി. കുറേ നേരം പിന്നെ കുറേ നേരം വഴക്കൊക്കെ കൊടുത്ത് സംസാരിച്ച് പിന്നെ ഓക്കെ പോട്ടെന്നൊക്കെ പറഞ്ഞ് രാമണ്ണ ചോദിക്കണം ഇവക്ക് എന്തൊരു ഗിഫ്റ്റ് കൊടുത്താൽ മിണ്ടാതിരുന്നാൽ പോരെ വാങ്ങിച്ചുകൊണ്ട്. അതിനെ വെച്ച് അവൾ എന്നെ വഴക്ക് പറഞ്ഞ് നിൽക്കുന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ കുറേ നേരം അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ച് നമ്മളെല്ലാവരും ഇരുന്ന്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരു ഗിഫ്റ്റും കൂടെ ഉണ്ടായിരുന്നു. രാമണ്ണയുടെ ചേച്ചി എന്ന് പറയുമ്പോൾ നേരത്തെ വീഡിയോ കോൾ വിളിച്ച ചേച്ചി കൊടുത്ത ഗിഫ്റ്റായിരുന്നു. അത് ചേട്ടൻ്റെ അടുത്ത് കൊടുത്ത് വിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് അഞ്ജലി ചേച്ചിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പം അതും കൂടെ ഇനി പൊട്ടിക്കണമെന്നും പറഞ്ഞ് പൊട്ടിക്കാൻ വേണ്ടി അതും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം അതിനിടയ്ക്ക് അൺബോക്സിങ് ഒക്കെ ചെയ്ത് ഐഫോണിൻ്റെ. അപ്പം കാണാം. വലി ഓ നൈസ്. ഓണാക്ക്. ഹലോ കൂടെ കാണട്ടെ. ഹലോ ആപ്പ് അല്ലല്ലോ, ഇത് ആൻഡ്രോയിഡ് ഫോൺ. ആപ്പിൾ ലോക്ക് കൊണ്ടേ ഉള്ളു. അവിടെ കൊടുക്കാം. ഹലോ ആപ്പ് ഇത് ആരത്തിയക്കാരുടെ ഗിഫ്റ്റാണ്. ഹാപ്പി ബർത്ത്ഡേ അഞ്ജലി. ആരത്തിയക്ക, താങ്ക് യു അക്ക. ഇതെന്നായിരിക്കും നിങ്ങൾ ഗസ് ചെയ്യൂ. താലി ഫോർ ഷുവർ. അച്ഛൻ എനിക്ക് ഹിന്ദി എല്ലാം ചെയ്യാം. എന്തൊക്കെ
ഞാൻ നോക്കട്ടെ. ഇത് അഞ്ചിലേക്കാണ് ബിഗ്ഗസ്റ്റ് ദൈവമേ, എനിക്കാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ. ബിഗർ പീസ് ഫോർ ദ ബർത്ത്ഡേ ഗേൾ. അങ്ങനെയല്ല, ഇവിടെ നീയാണോ പാക്ക് ചെയ്ത്? അല്ലല്ല, ചുടി നൈസ് ബാംഗിൾസ് പൊളി. ഞാൻ കല്യാണത്തിന് ഇടും എന്തായാലും. കാട്ട് പൊളി കാട്ട് കാട്ട്. അടിപൊളി ഓ നൈസ്. നൈസ് അല്ലേ? മുഹൂർത്തത്തിക്ക് പോട്ടുകല പോട്ടുകലാം ബെസ്റ്റ്. ഐഫോൺ വേസ്റ്റ് മാറിക്കും. യു ബെസ്റ്റ് വള അഞ്ചിലേക്കാ. ഞാൻ പാത്തല്ല. നമ്മൾ ഇനി വള വാങ്ങ പോണെന്ന് അറിയാം. ഇത് താലി ഫാഷൻ. നോട്ടുണ്ട്. ഐ മീൻ ഈ എഴുതി വെച്ച സാധനം നോട്ട്. ഇതാണ് അവൾ ഉദ്ദേശിച്ച നോട്ട്. ഹായ്, കൊള്ളാം. അച്ചുടി കൊള്ളാം. നൈസ്. ഫോട്ടോ എടുത്ത് തരച്ചിട്ട് അപ്പോൾ ഓക്കെ ഗൈസ്, ഇതാണ് ഗൈസ് ഗിഫ്റ്റിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി താലികെട്ടിലോട്ട് കിടക്കുകയാണ്. പക്ഷെ ആ താലികെട്ട് നീ ഇപ്പം കാണിക്കാൻ വേണ്ടി കൈ നല്ല വേദനിക്കുന്നു. ബൈ ഗൈസ്. ബൈ ഗൈസ്. ഓക്കെ ഗൈസ്, നെക്സ്റ്റ് ഡേ ആയി. പറയുമ്പോൾ ഇന്നലെ രാത്രി നല്ല ലേറ്റായി. നമ്മളെല്ലാം വന്ന് ഒരു 4:30 കഴിഞ്ഞപ്പോഴേ കിടന്നു. ഞാനും അഞ്ചിലേക്ക് ഐഷുക്ക് 4 കഴിഞ്ഞപ്പോഴാണ് കിടന്നപ്പോൾ നല്ല ലേറ്റായി. വന്ന് ഒട്ടും ബോധമില്ലാതെ വന്ന് കയറി കിടന്നതുകൊണ്ട് ഔട്ടും എടുക്കാൻ പറ്റിയില്ല. സോ ഇന്നാണ് ബർത്ത്ഡേ. സോ ഇന്ന് സെലിബ്രേഷനായിട്ടൊന്നുമില്ല. ലഞ്ച് അവിടെ കഴിക്കാൻ വേണ്ടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലഞ്ച് അപ്പോൾ നമ്മൾ തിന്നാൻ പോകണം. ഞാൻ റാമണ്ണ കാണിക്കും. വീഡിയോ എടുക്കുന്ന ക്യാമറ വുമൺ ഐശ്വക്ക് കാണിക്കണം. ഓക്കെ, ഇവിടെ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഇല്ല, 5 ഡേയ്സ് അപ്പുറത്താണ്. ചേട്ടൻ അത് അത്തിൻ്റെ പേര്. എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ഹായ് കാട്ട് ബ്ലോഗ്. ഹായ് കാട്ട് കാട്ട പണ്ടല്ലോ. ഹായ് കാണിക്ക് ബ്ലോഗ്. ഹായ്. ഓക്കെ, അപ്പം നമ്മളിവിടെ എല്ലാവരും കഴിഞ്ഞ് ഇനി നമ്മൾ കുളിച്ച് റെഡിയായി. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ വീട്ടിൽ പോയി. ഉച്ച 2 മണി കഴിഞ്ഞ സമയം. ഇപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എന്ന് ഞാൻ ഊരെങ്കിൽ